എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ പറഞ്ഞതല്ല. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തവും ഗുരുത്വവും പ്രാർത്ഥനയും ഇല്ലാതെ പോകുന്നതാ ഈ മലക്കുകളുടെ ആധുനിക മക്കളുടെ അധപ്പതനത്തിന്റെ കാരണമെന്ന് ഞാൻ പറയുകയാ. എന്റെ ഉപ്പമാരോടും ഉമ്മമാരോടും പറയാ, നമ്മൾ ചിലപ്പോ ദേഷ്യം വരുമ്പോ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, വെറുതെ എങ്കിലും നാവുകൊണ്ട് നീ നന്നാവൂലടാ എന്ന് പറഞ്ഞു പോയാൽ അതോടെ അവരുടെ കാര്യം കഷ്ടത്തിലും നഷ്ടത്തിലുമാകാൻ ഏറെ സാധ്യതയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മകനെയും മകളെയും ഉമ്മ ഉപ്പ നിങ്ങൾ ശപിക്കരുത്. മനസ്സിന് മാറ്റം ഉണ്ടാകാൻ കുറച്ച് സമയം മതിയാവും. മനസ്സ് മാറി വരാൻ കുറച്ച് സമയം മതിയാകും. എന്തെങ്കിലും അബദ്ധം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വിലസി നടക്കുന്ന മക്കളെ നിങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ട് അവരെ ശപിക്കലല്ലേ. അവർക്ക് നിങ്ങളുടെ ശാപമേറ്റാൽ ആ ശാപത്തിൽ നിന്നും മോക്ഷം കിട്ടാൻ നിങ്ങളുടെ പടിബാധിക്കൽ വരാതെ ഏതൊക്കെ എത്ര കണ്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചാലും ലക്ഷക്കണക്കിന് സലാത്തുകൾ അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരത്ത് പോയി നിന്ന് സ്വലാത്ത് ചൊല്ലിയാലും എത്ര ഹജ്ജ് ചെയ്താലും എന്തെല്ലാം കോടിക്കണക്കിന് രൂപ സ്വതക്ക ചെയ്താലും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കറന്നുകൊണ്ട് നിങ്ങളുടെ കരങ്ങളെ പിടിച്ച് ദ്വാരക്കിപ്പിച്ചിട്ട് നിങ്ങളെ കൊണ്ട് വരുത്തപ്പെടിച്ചിട്ടല്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ഒരു മകനെയും നിങ്ങൾ ശപിച്ചു പറയല്ലേ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ? ആധുനിക യുവാക്കളുടെ യുവതികളുടെ അധപ്പതനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ആ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന കിട്ടാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൽ തെറ്റില്ല. ഞങ്ങളൊക്കെ ദ്വാരക്കുന്നുണ്ട് ഉസ്താദേ. ഞങ്ങളുടെ വീട്ടിൽ എപ്പോ ഞങ്ങൾ നിസ്കരിച്ചാലും ഞങ്ങൾ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ദ്വാരക്കുന്നത്? ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നന്നാക്കണേ, ഞങ്ങളുടെ മക്കളെ ഹൈറിലാക്കണേ എന്നൊക്കെ ഞങ്ങളുടെ വീട്ടിന്റെ അരമനയുടെ അകത്തളത്തിലിരുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് പറയും ഞങ്ങൾ ദ്വാരക്കുന്നുണ്ട്. പക്ഷേ ആ ദുആ എങ്ങും എത്തുന്നില്ല. എന്തുകൊണ്ട് ആ ദുആ എങ്ങും എത്തുന്നില്ല? ആത്മീയമായ അനിർവചനീയമായ നിന്റെ പ്രിയപ്പെട്ട നിന്റെ ഭവനം, നീ വളരെ ഇഷ്ടപ്പെടുന്ന നിന്റെ ഭവനം, ആ അരമനയുടെ അകത്തളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആത്മീയമായ ചൈതന്യം നിറഞ്ഞൊഴുകേണ്ട മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്കുള്ള സുന്ദരമായ സമയം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം. മലക്കുകൾ നിന്റെ ഭവനങ്ങളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വന്നിട്ട് ഈ വീട്ടിൽ എന്ത് ആത്മീയമായ ചൈതന്യമാ ഉള്ളതെന്ന് അന്വേഷിച്ചുകൊണ്ട് ചിറകടിച്ചുകൊണ്ട് കടന്നു വരുന്ന റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിൽ കാണുന്ന ആത്മീയമായ ചൈതന്യം കണ്ട് സന്തോഷിക്കുകയും അവരെ ആശീർവദിക്കുകയും അവർക്ക് അനുഗ്രഹാശ്വസുകൾ നേരുകയും അവർക്ക് അവിടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അവിടെ ഇരക്കുന്ന പ്രാർത്ഥനകൾക്ക് അവരോടൊപ്പം പങ്കുചേർന്ന് ആമീൻ പറയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മലക്കുകൾ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഗൗരവത്തോടെ ചിന്തിക്കാൻ തയ്യാറാകണം. എന്തെല്ലാം വിഷയത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് നിന്റെ വീട്ടിന്റെ പ്രൈവറ്റ് റൂമിൽ നിന്റെ മുസല്ല നനയുന്നത് വരെ, നിന്റെ നിസ്കാരക്കുപ്പായം നനയുന്നത് വരെ ഏങ്ങലടിച്ച് വാവിട്ട് പടച്ചവനോട് കലന്നിട്ടും എന്തുകൊണ്ടാ പ്രാർത്ഥനയ്ക്ക് പടച്ചവന്റെ പടിവാതിക്കൽ ഒരു ഉത്തരം കണ്ടെത്താൻ സാധ്യമല്ലാത്തത് എന്ന് ചിന്തിക്കുമ്പോൾ പുതിയ നൂറ്റാണ്ടിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ള ഒരു വിഷയം, ഞാൻ പഴഞ്ചനാണെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഉസ്താദേ, നിങ്ങൾ കൊല്ലത്ത് നിന്ന് വന്നാളാ, നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലയോ എന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല. എന്നെ ആക്ഷേപിച്ചാലും എന്നെ അവമതിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ അതിന്റെ തൊട്ടു മുമ്പ് നിന്റെ വീട്ടിന്റെ ടെലിവിഷൻ ഓണാവുകയാ. ഓരോ സീരിയലുകളും മാറി മാറി വരുമ്പോൾ, റിയാലിറ്റി ഷോ എന്ന തോന്നിവാസം കാണുമ്പോൾ, ഒരുപാട് തോന്നിവാസങ്ങളുടെ പിശാചിനെ നിന്റെ വീട്ടിലേക്ക് വലിച്ചടുപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നീ അതാ കേബിളിലൂടെയും അല്ലാതെയും ഒക്കെ കണ്ട് ആസ്വദിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ആ മലക്കുകൾ വന്ന് ശപിച്ചുകൊണ്ട്, ആ മലക്കുകൾ നിന്റെ വീട്ടിന്റെ റഹ്മത്തിന് വേണ്ടി ദ്വാരക്കാൻ വരുന്ന മലക്കുകൾ ആ വീട്ടിൽ ശാപവർഷം നൽകിക്കൊണ്ട് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാ പൊന്നുമോളെ ആ ദുആയ്ക്ക് ഉത്തരം നൽകുക? അവിടെയുള്ള മക്കൾ എങ്ങനെയാ
എങ്ങനെയാ സാലിഹീങ്ങളാവുക? അവിടെ നിന്ന് പണിക്ക് പോകുന്ന നിന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസന്, ആ പ്രാണപ്രേയസന് എങ്ങനെയാ സന്തോഷമുണ്ടാവുക? എങ്ങനെയാ സന്തോഷമുണ്ടാവുക എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? അതുകൊണ്ട് ആലോചിച്ചോ. തുടങ്ങേണ്ടത് നിന്റെ പ്രൈവറ്റ് റൂമിൽ നിന്ന്, നിന്റെ വീട്ടിൽ നിന്ന്. മക്കളോട് ഞാൻ ഇത്രയും നേരം പറയുമ്പോൾ വിലസി നടക്കല്ല മക്കളെ എന്ന് പറയുമ്പോൾ, ഉമ്മയോടും ഉപ്പയോടുമുള്ള ഗൗരവം പറയുമ്പോൾ, ഞാൻ ഒരൊറ്റ കാര്യം ഉമ്മയോടും ഉപ്പയോടും ഞാൻ പ്രത്യേകിച്ച് പറയുക. ഈ പ്രിയപ്പെട്ട മക്കൾ അടിസ്ഥാനപരമായി ആത്മീയമായ അവബോധത്തോടെ മുന്നോട്ട് വരാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണമാ ഉണ്ടായത്? അല്ലാഹുവിന്റെ ഖുർആൻ എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? റബ്ബിർഹംഹുമാ കമാ ബയാനി സഗീറാ. അല്ലാഹുവിന്റെ ഖുർആൻ എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? പടച്ചവനെ, ഞങ്ങളെ തർബിയത്തിലാക്കിയതുപോലെ, ഞങ്ങളെ ചെറുപ്പകാലത്തിൽ തർബിയത്തിലാക്കിയതുപോലെ നിങ്ങൾ പടച്ചവനെ നീ അവർക്ക് കരുണ ചെയ്യണമെന്നാണ്. അപ്പൊ എന്ത് കിട്ടുന്നു അതിൽ? മക്കളെ തർബിയത്താക്കിയവർക്ക് ഈ മക്കളുടെ ദുആ കിട്ടും. നമ്മുടെ മാതാപിതാക്കളെ, അത് മറ്റൊരു വിഷയം, നമ്മുടെ മാതാപിതാക്കളെ പരിചരിക്കുകയും പരിഗണിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മളെ പരിഗണിക്കൂ. അതും പ്രത്യേകമായി മനസ്സിലാക്കണം. മുമ്പ് മൂന്ന് മക്കൾ, ഒരു തന്തയ്ക്ക് 3 മക്കൾ ഉണ്ടായിരുന്നു. വളരെ പ്രയാസപ്പെട്ട്, അതിന്റെ സനതൊന്നും ചോദിക്കണ്ട, ഞാൻ കേട്ടിട്ടുള്ള ഒരു ചെറിയ കഥയാ. ഒരു 3 മക്കൾ ഒരു തന്തയ്ക്ക് ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ത്യാഗപ്പെട്ട ആ മക്കളെ വളർത്തി. എല്ലാവരും ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉദാഹരണം പോലൊരു ചെറിയ സംഭവം പറയുകയാണ്. ഈ മക്കളെ വളർത്തി വളരെ ത്യാഗപ്പെട്ട് ഹോർലിക്സും ബോൺവിറ്റ് ഇതൊക്കെ കൊടുത്ത് വളർത്തി. അങ്ങനെ വലിയ തടിച്ചു കൊടുത്തു. ഇറച്ചിക്കോടികളെ പോലെ ഇങ്ങനെ വലിയ ശരീരമുള്ളവരായി മാറി. ആരെയും വെല്ലുവിളിക്കാനുള്ള തന്റെ ഇടം ഉണ്ടായി. അവസാനം ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ആ ഉപ്പാനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഈ വളർത്തിയ മക്കള് തന്നെ. ഒരു ദിവസം എന്തോ ഒരു വിഷയം ഉണ്ടായി. ഉപ്പാനെ 3 ആളുകളും വീടിന്റെ 3 ഭാഗത്ത് അങ്ങോട്ട് നിന്നിട്ട് പറയാം, നീ ഇങ്ങോട്ട് തട്ടി തന്നാൽ മതി, ഞാൻ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വട്ടം ചുറ്റിയിട്ട് ഉപ്പാനെ ഇടിച്ചിങ്ങനെ പാസ് ചെയ്ത് ഇടിച്ചിടിച്ച് അവസാനം വീട്ടിന്റെ പുറത്തുള്ള പടിവാതിക്കലെത്തി. അതുവരെ കരച്ചിലല്ലാതെ ഒന്നും പറഞ്ഞില്ല. പടിയുടെ അടുത്തെത്തിയപ്പോൾ ഉപ്പ പറഞ്ഞു, മക്കളെ, ഇനി എന്നെ തുടരുത്, ഇനി എന്നെ അടിക്കരുത്, ഇനി എന്റെ ശരീരത്തിൽ നിങ്ങളെ തൊടാൻ ഞാൻ അനുവദിക്കൂല. ഈ 3 മക്കൾക്കും അത്ഭുതമായി. അല്ല ഉപ്പ, ഇത്രയും നേരം ഞങ്ങൾ ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ട് ഒരക്ഷരവും വേണ്ടിയില്ല. ഇപ്പൊ ഈ പടിയുടെ അടുത്തെത്തിയപ്പോ എന്താ ഉപ്പ ഇങ്ങനെ പറയാനുള്ള കാരണം? ആ ഉപ്പ പറയാ, എന്റെ ഉപ്പായ ഞാൻ ഇവിടെ വരെ ഇടിച്ചിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ട് ഞാൻ ഇടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ ഇനി തുടരുത്. നമ്മുടെ ആ മക്കൾ എങ്ങനെ നമ്മളോട് പെരുമാറണമെന്ന് വളരെ ആഗ്രഹത്തോടെ നമ്മളെ പരിപാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉപ്പമാരും ഉമ്മമാരും അവരുടെ ഉപ്പമാരെയും ഉമ്മമാരെയും വേണ്ടതുപോലെ പരിപാലിക്കുന്നവരാകണം. അവരുടെ മുമ്പിൽ വിലസി നടക്കുന്ന ആ മക്കൾ പിന്നീട് പിതാക്കന്മാരും മാതാക്കന്മാരുമായി മാറുമ്പോൾ അവർക്കും ഇതേ പ്രതികരണം കിട്ടാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.